നന്നായിട്ട് നമ്മൾ തേച്ച് കഴുകിയിട്ടൊന്ന് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ പൗഡറും ഒരുപാട് എൻ്റെ ക്ലിനിക്കിൽ ഞാൻ കുറേയധികം പേഷ്യൻസിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട്
കൊഴുപ്പ് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് പിന്നീട് നമുക്ക് ഈ രക്തക്കുഴൽ വഴിയൊക്കെ കൂടുതലായിട്ട് കൊളസ്ട്രോൾ തോന്നുന്നത്. അതായത് നമ്മുടെ രക്തക്കുഴലിലെ ഭിത്തികൾക്കുള്ളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് LDL എന്ന് പറയുന്നത് കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോള് നിയന്ത്രണമില്ലാതെ അളവിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇത് പൊട്ടി, ഇത് കാരണം നമുക്ക് ഹാർട്ട് ബ്ലോക്ക്, ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്കിന്റെ പ്രശ്നങ്ങൾ വരാം, രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ LDL കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ഭാവിയിൽ നമുക്ക് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ LDL എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ നമ്മൾ എങ്ങനെ നമുക്കിത് എന്തുകൊണ്ടാണ് നമുക്ക് LDL എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ കൂടുന്നത്? നമ്മുടെ LDL നിയന്ത്രിക്കുന്ന ഒരു കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ. ഈ HDL ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും ചേർത്ത് 45 താഴോട്ടായിരിക്കും, 40 താഴോട്ടായിരിക്കും. ശരിക്കും നമ്മുടെ HDL കൂടുതലായിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ. HDL കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമേ 40 മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ കാണില്ല. ഈ റേഞ്ച് നമുക്ക് കാണാമല്ലോ. അപ്പോൾ 40 മുകളിലോട്ട് വരുന്ന HDL ആണ് ശരിക്കും ശരീരത്തിന് ആവശ്യം. കൂടുതലായിട്ട് HDL ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് LDL എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ HDL കുറവാണ്, LDL കൂടുതലാണെങ്കിൽ അത് നമുക്ക് കോംപ്ലിക്കേഷൻസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. LDL എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നതിന് മെയിൻ കാര്യം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് നമ്മുടെ ഭക്ഷണശൈലിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിനകത്ത് ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് ഈ പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെയുള്ള ഓയിൽസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ശരീരത്തിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് കൂടുതലായിട്ട് വരും. അതുപോലെ ഈ ജങ്ക് ഫുഡ്, ഓയിൽ, എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ശരീരത്തിലേക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് കൂടുതലായിട്ട് വരിക. ഇത് LDL എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ്. അതുപോലെ നമ്മൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് LDL എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോൾ കൂടാം. അതുപോലെ നമുക്ക് വ്യായാമം ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ദിവസം 3 നേരം കലോറി ആയിട്ട് അല്ലെങ്കിൽ അന്നജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ ശരീരം അത് എനർജി ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വ്യായാമം ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ നമ്മുടെ അന്നജം വഴി ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് അത് ഉപയോഗിക്കാതെ എനർജിയൊക്കെ മാറ്റി ഉപയോഗിക്കാതെ വരുമ്പോഴത് ഫാറ്റായിട്ട് അടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്തുണ്ടാവാം, നമുക്ക് ഈ രക്തക്കുഴൽ വഴിയൊക്കെ ഈ ഫാറ്റ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം നമുക്ക് LDL കൂടാം. LDL കാരണം നമുക്ക് ഭാവിയിൽ ഇതുപോലെയുള്ള ഹൃദ്രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ നമുക്ക് ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം. ചിലർ ഈ BP-യുടെ മരുന്ന് എടുക്കുന്നവർക്ക്, തുടർച്ചയായിട്ട് BP-യുടെ മരുന്ന് എടുക്കുന്നവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുള്ളവർക്ക് കൊളസ്ട്രോൾ കൺട്രോൾ ഇല്ലാതെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഒരു കൊളസ്ട്രോൾ നമ്മുടെ ലിപിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലാണ്, LDL കൂടുതലാണ്, HDL കൂടുതലാണ്. ഇത് കാരണം നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ആ കൂടി കിടക്കുന്ന ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ കൂടുതലായിട്ട് അന്നജം കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അപ്പം ഇത് കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിൽ കെട്ടിക്കിടക്കാനും അത് ഫാറ്റ് ലിവർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ LDL എന്ന് പറയുന്നത് 100 താഴോട്ടാണ് LDL വേണ്ടത്. പക്ഷേ ഇതൊരു 130, 140 റേഞ്ച്, 160 വരെയൊക്കെ പോകുന്നത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് 200 മുകളിലോട്ട് വരുമ്പോഴാണ് ശരിക്കും LDL സംബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് മരുന്നുകളുടെ ഉപയോഗമില്ലാതെ എങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാം? LDL കൊളസ്ട്രോൾ ആയാലും ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ആയാലും എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? അത് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാം? അപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം? ഇത് എല്ലാവർക്കും കൊളസ്ട്രോൾ ഉള്ള
പോലെയുള്ള അരി, അതുപോലെ ഓട്സിലാണെങ്കിൽ സ്വീറ്റ് കട്ട് ഓട്സ്, റോൾഡ് ഓട്സ് പോലെയുള്ള ഓട്സുകൾ കഴിക്കുക. അതുപോലെ തവിടോട് കൂടിയിട്ടുള്ള ഗോതമ്പ്, അപ്പോൾ അതുപോലെ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, മുളക്. അപ്പോൾ ഈ പറയുന്ന ധാന്യങ്ങൾ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചെറിയ അളവിൽ ദിവസവും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കാരണം ഇതിൽ നല്ലപോലെ സോല്യൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ സോല്യൂബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ, LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും HDL എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോളിനെ കൂട്ടാനും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ തവിടോട് കൂടിയുള്ള ധാന്യത്തിലെ വൈറ്റമിൻസും ഉണ്ട്, മിനറൽസും ഉണ്ട്. അത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷൻ വെച്ച് നറിഷ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ തവിടോട് കൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. ഫ്രൂട്ട്സിൽ നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട്, അതായത് ചീത്ത കൊളസ്ട്രോൾ ആയിട്ട് LDL കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ. ഈ ആപ്പിളിൽ പോളിഫിനോൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ ഒരു ദിവസം 2 ആപ്പിൾ വെച്ച് കഴിക്കും. അതൊരു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് തന്നെ നമ്മൾ മാറ്റാം. അല്ലാതെ ഇടവിട്ട സമയങ്ങളിലല്ല, ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റുവാണെങ്കിൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, മുസമ്പി, പൈനാപ്പിൾ, മുന്തിരി പോലത്തെ സിട്രസ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നതും ബെറീസ് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നട്ട്സും സീഡ്സും. ഈ നട്ട്സും സീഡ്സും ആൽമണ്ട്, കാഷ്യൂസ്, ബദാം നമുക്ക് പേടിയ ശരിക്കും അടിയിലേക്ക് കഴിക്കാൻ പറ്റും. കൊളസ്ട്രോൾ കൂടിയ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കാഷ്യൂസ്, നട്ട്സ് അങ്ങനെയുള്ള എല്ലാ നട്ട്സും സീഡ്സിൻ്റെ അകത്തും അടങ്ങിയിരിക്കുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ്. അതായത് നല്ല ഫാറ്റാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതേപോലെ ഒമേഗ 3 ഫാറ്റ്, ഇത് രണ്ടും നല്ല ഫാറ്റുകളാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL എന്ന് പറയുന്നൊരു നല്ല കൊളസ്ട്രോൾ കൂട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഭക്ഷണം നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് മീനുകളാണ്, അതായത് ഒമേഗ 3 അടങ്ങിയിട്ടുള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീനുകൾ, ചെറിയ ചെറിയ മീനുകൾ, മത്തി, നത്തോലി, അങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് വെണ്ടക്ക. ഈ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്നൊരു വെജിറ്റബിളാണ് വെണ്ടക്ക. അപ്പോൾ ഈ വെണ്ടയ്ക്കയിൽ മ്യൂസിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ മ്യൂസിൻ നമ്മുടെ LDL കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ദിവസവും നമുക്ക് വെണ്ടക്കയുടെ വറവോ അല്ലെങ്കിൽ തോരനോ ആയിട്ട് നമ്മുടെ ദിവസവും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ അവക്കാഡോ, നമുക്ക് അവക്കാഡോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാത്തൊരു നല്ലൊരു ഫാറ്റാണ്. ഈ നല്ല ഫാറ്റ് എന്ന് പറയുന്നത് HDL ആണ്. HDL കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് അവക്കാഡോ ഉൾപ്പെടുത്താം. HDL കൂടുമ്പോൾ LDL അങ്ങനെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. നമ്മുടെ ഒമേഗ 3 ഫാറ്റി റിച്ച് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സാലഡിൽ നമ്മൾ 1 ടീസ്പൂണ് ഈ ഒലിവ് ഓയിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് HDL കൂടാനും LDL കുറയാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ബ്രക്കോളി, കേബേജ്, ചീര ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ LDL കുറയും. കാരണം ഇതിലൊക്കെ നല്ലപോലെ ഫൈബറിൻ്റെ അളവ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി, ദിവസവും നമ്മളൊരു 2 വെളുത്തുള്ളി നമ്മൾ ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ ചുറ്റിട്ടോ കഴിക്കുന്നത് കുറേ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ്. കാരണം ഇതിൽ അലിസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഫുഡുകൾ നമ്മൾ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് ഈ വൈറ്റ് റൈസ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഓയിലായിട്ടുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് എനർജി ആയിട്ട് മാറാനും കൊളസ്ട്രോളിനകത്ത് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ലിവർ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വെള്ളം അത്യാവശ്യമാണ്. നന്നായിട്ട് വെള്ളം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഇത്രയും ജീവിതശൈലി നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ താഴെ നോർമൽ ലെവലിലോട്ടേക്ക് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഒരു ഹോം റെമഡി പോലെയായി നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ കുറക്കാൻ പറ്റുന്നത് നോക്കാം. അതിന് വേണ്ടത് ഒരുവിധ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതായത് നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയും മഞ്ഞളുമാണ്. അപ്പോൾ ഒരു തണ്ട് ആര്യവേപ്പിലയും ചെറിയൊരു കഷ്ണം മഞ്ഞളും നമ്മൾ അരച്ച് ഒരു നെല്ലിക്ക സൈസിൽ ഉരുട്ടി എടുത്തിട്ട് ഇത് നമ്മൾ
വൈകുന്നേരം ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് നല്ലപോലെ കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നെല്ലിക്ക. ഒരു 1-2 നെല്ലിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നുള്ളി ഇന്നുപ്പ് കൂടി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾ LDL കൂടിയിരിക്കുന്നത് പറയും, ട്രൈഗ്ലിസറൈഡ് നോർമലാകാൻ തുടങ്ങും, HDL കൂടാൻ തുടങ്ങും, ടോട്ടൽ കൊളസ്ട്രോൾ നോർമലാകാൻ തുടങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ജീവിതശൈലി നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഇല്ലാതെ കൊളസ്ട്രോൾ കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കി കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ അടുത്ത ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. ഫ്രണ്ട്സ്, ലിസ്ബേറ്റ് ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ലിസിക്ക വയ്യൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുടവയർ കുറയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുടവയർ കുറയ്ക്കാൻ ഞാൻ അമിതവണ്ണം കുറയ്ക്കാനൊന്നും ഒരു വീഡിയോ ഇട്ടിരുന്നു, 2 വീഡിയോ ഇട്ടിരുന്നല്ലോ. അത് കണ്ട് ഒത്തിരി കമൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലരും എൻ്റെ അടുത്ത് കുറച്ച് വിളിച്ചിട്ടുണ്ട്. വണ്ണം അതിലില്ല, പക്ഷേ എങ്കിൽ വയറ് കൂടുതലാണ്, വയറ് കാണുന്നു, അതിനെന്തെങ്കിലും റെമഡി പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ഇത് ട്രൈ ചെയ്യണം. ആദ്യം തന്നെ വന്നിട്ട് റിസൾട്ട് എല്ലാം അറിയിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ, നമ്മുടെ വീട്ടിൽ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് നോക്കണം. എത്ര നമ്മുടെ വേസ്റ്റിന് എത്ര സെൻറ്റിമീറ്റർ അളവുണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡയറ്റ് തുടങ്ങിയിട്ട് 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ടേപ്പ് വെച്ച് അതേ ഡ്രസ്സിലും ഇട്ട് അളന്ന് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ചസ് അറിയാം. എങ്ങനെയായാലും ഒരു 20 to 30 ഡേയ്സിൽ ഒരു 5 ഇഞ്ച് കുറയും, ഒരു 4 to 5 ഇഞ്ച് കുറഞ്ഞു. കേട്ടോ? അപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ഇതെല്ലാവരും നാളെ തുടങ്ങി ഇതങ്ങ് ട്രൈ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു 4 കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചോറ്, നമ്മുടെ റൈസാണ്, റൈസും കിഴങ്ങ് വർഗ്ഗങ്ങളും. അപ്പോൾ ഈ റൈസും കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മൾ ഉപേക്ഷിച്ചേ പറ്റും. കാരണം ഈ നമ്മളിപ്പോൾ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് മുഴുവൻ ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു 40-50% നമുക്ക് ശരീരത്തിന് അത് ഉപയോഗിക്കുന്നു. അത് മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ ഈ
അത് ഈ വയറ് കുറയാനാണ് കേട്ടോ ഞാൻ പറയുന്നത്. വയറ് കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ശരീരത്തിലെ സോഫ്റ്റ് ആയിട്ടുള്ള വശങ്ങളിലാണ് ഈ അധികം വരുന്ന ഫാറ്റ് കൊണ്ട് അടിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ അധികം കഴിക്കുമ്പോൾ അധികം വരുന്ന ഫാറ്റ് കൊണ്ടാണ് ആദ്യം വയറിലാണ്, അത് കഴിഞ്ഞ് അവസാനം പോകുന്നതും വയറിൽ നിന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് ശരീരം നമ്മൾ ക്ഷീണിച്ചാലും വയറ് പോകാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് അധികമായാൽ കുറച്ച് അതിനുള്ള ദൂഷ്യഫലങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മെയിനായിട്ട് നമ്മുടെ ഈ ക്യാൻസർ കോശങ്ങൾ വളരുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുത്താന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ വയറിലാണ് നമ്മളിപ്പോൾ ഫാറ്റ് കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ഓർഗൻസിലും ഇങ്ങനെ ഇൻഫർമേഷനുണ്ട്. അതായത് നമ്മുടെ പാൻക്രിയാസിൻ്റെ ചുറ്റും ഈ ഫാറ്റ് അടിയുന്നുണ്ട്. കൂടാതെ രക്തക്കുഴലുകൾ, കോശങ്ങൾ, ഇതിനെല്ലാം ഇൻഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല. ഇത് മാത്രമാണ് നമ്മൾ അറിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം ആദ്യമായിട്ട് കുറയ്ക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ളത് ഷുഗറാണ്. ഷുഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വെയിറ്റ് ഗെയിൻ മാത്രമല്ല, കൊഴുപ്പ് മാത്രമല്ല, ഈ പിന്നെ നമ്മുടെ ലിവർ ഉണ്ടല്ലോ, ലിവറിൽ ഫാറ്റ് വന്നടിയെന്ന് പറയണേ. ഷുഗറിൻ്റെ ഉപയോഗം അധികമായി കഴിഞ്ഞാൽ വയറിന് മാത്രമല്ല, അത് ലിവറിലും ഫാറ്റ്, ലിവറിൻ്റെ ചുറ്റും ഫാറ്റ് വന്നടിയാനുള്ള ഒരു കാരണം വരുന്നുണ്ട്. അപ്പോൾ ഷുഗർ നമ്മൾ ഉപേക്ഷിച്ച് അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ട ഫുഡ് ഏതാണോ, ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഫുഡാണ്. അത് മിക്കവാറും ഈ ഫാറ്റി ആസിഡ്സ് അധികം അടങ്ങിയത് എല്ലാവർക്കും അറിയാലോ എവിടെയായിരിക്കും, ബേക്കറി ഐറ്റംസിലാണ്. അതിന് അവരുടെ മൈദ, വൈസ്തുതി, കളർ ഉപയോഗിക്കും. അതുപോലെ ധാരാളം പിന്നെ പ്രിസർവേറ്റീവ്സ്, ഇതെല്ലാം ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഈ ബേക്കറി ഐറ്റംസ് മിച്ചറും ലഡും ജിലേബി മാത്രമല്ല കേട്ടോ, ബിസ്ക്കറ്റ് മാത്രമല്ല, ബേക്ക്ഡ് ഫുഡ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്. പിന്നെ നമ്മളിപ്പോൾ പുതിയ കുറേ പലഹാരങ്ങളുണ്ടല്ലോ, പൊരിച്ച കോഴി, വട്ടക്കോഴി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നില്ല ഈ ഒരു മാസം. എൻ്റെ വ്യൂവേഴ്സ്, വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഈ ഒരു മാസം പുറത്തുനിന്നുള്ള ഒന്നും കഴിക്കുന്നില്ല എന്നൊരു ഒരു പ്രതിജ്ഞ എടുക്കാം. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാവും പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ തന്നെ. അപ്പോൾ ഇനി ട്രാൻസ്ഫാറ്റിൻ്റെ ദൂഷ്യങ്ങളും ഞാനൊന്ന് പറയാം, നിങ്ങൾ പേടിപ്പിക്കാനാണ്. വേറെ ഒന്നുമല്ല, ഇത് അധികം നമ്മുടെ ശരീരത്തിൽ ചെന്നാലുണ്ടല്ലോ ആദ്യം വരുന്ന നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കൂട്ടുന്നു. അതായത് LDL കൊളസ്ട്രോള് കൂടും. അപ്പോൾ കൊളസ്ട്രോൾ കൂടി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്താ സംഭവിക്കുന്നത്? ഹാർട്ട് പ്രശ്നമാവും, ഹാർട്ട് ഡിസീസ് വരും. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇത്രയും വന്നു വിട്ട് അത് കഴിഞ്ഞ് ഡയബറ്റീസ് 2 അതും വന്നു വരും. പിന്നെ ഒന്നും കൂടെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ ഉള്ള ഈ ഫാറ്റി ആസിഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ നമ്മുടെ ശരീരം എന്താ ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തു വിടുന്നു. പിന്നെ വെള്ളം നമ്മൾ വിയർപ്പായിട്ടും യൂറിനി കൂടി എല്ലാം പുറത്തു വിടുന്നു. അതാണ് നമ്മുടെ ശരീരത്തിന്. ഈ പിന്നെ ഫാറ്റി ആസിഡ്സ് ശരീരത്തിൽ കൂടുതൽ ചെന്നാൽ ഇത് രണ്ടും തടസ്സപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ദൂഷ്യം ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം മനസ്സിലായല്ലോ അല്ലേ. പിന്നെ അടുത്തത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് സ്ട്രെസ്സാണ്. ഇപ്പം എല്ലാവർക്കും ചിരി വരും. സ്ട്രെസ് ഇല്ലാണ്ട് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ കുറേ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അയ്യോ 5 മിനിറ്റ് വൈകിയല്ലോ, ഇന്നിപ്പോൾ കൊച്ചിൻ്റെ ബസ് പോകുമല്ലോ, അയൺ ചെയ്യാനുണ്ടല്ലോ, ചോറ് വെക്കണമല്ലോ, കറി വെക്കണമല്ലോ, 1000 ടെൻഷനോടുകൂടി ചാടി എഴുന്നേക്കാണ്ട് പതുക്കെ അവിടെ ഇരിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഇന്ന് എനിക്ക് നല്ല ദിവസമാണ്. ദിവസമായിരിക്കുന്നില്ല കേട്ടോ, എനിക്കിന്ന് നല്ല ദിവസമാണ്. ഓക്കെ, ഇന്ന് എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്യും, എല്ലാം എന്നെ കൊണ്ട് സാധിക്കും, ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കണം. ഓക്കെ, വിശ്വാസികളാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേക്കുക. ഈ പൈലോപ്പയിലൂടെ പുസ്തകമൊക്കെ വായിക്കണം കേട്ടോ. അപ്പോൾ പുള്ളി അതിനകത്തൊരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തതാണ്. പലയിടത്തും ഞാനത് വായിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമുക്ക് തരാൻ പ്രകൃതി ഒരുക്കുന്നതാണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ്. സത്യമാണ്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതം നമ്മളൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞേ. അടുത്തതായിട്ട് ഇതെല്ലാം കഴിക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്തൊക്കെ
ഇതൊക്കെ കഴിക്കാം. അതറിയണമല്ലോ. അപ്പോൾ ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞു, ചോറ് കഴിക്കണ്ടെന്ന് പറഞ്ഞു, ബാറ്ററി കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സോളിബിൾ ഫൈബർ ആയിട്ടുള്ള ഫുഡാണ് ഈ വയറ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിക്കേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ വയറ് പെട്ടെന്ന് നടന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഒരു ഗുണം. അപ്പോൾ മാത്രമല്ല ഗ്ലൂക്കോസൊക്കെ ബ്ലഡിലോട്ട് പതുക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മുടെ മറ്റ് അസുഖങ്ങളൊക്കെ വരാതെ ഇരിക്കും. അപ്പോൾ ഇതടങ്ങി ഓട്സ്, ബാർലി, അവക്കാഡസ്, മധുരക്കിഴങ്ങ്, ക്ലേഡ്സ്, അങ്ങനെ പലതരം ബീൻസ് വർഗ്ഗങ്ങൾ, ഇതിനെല്ലാം ഈ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് തിന്നതിന് പകരം ഓട്സ് കഞ്ഞിയും കുടിക്കാം, ഗോതമ്പ് നുറുക്ക് കഞ്ഞിയും കുടിക്കാം. രാവിലെ അരിപ്പലഹാരത്തിന് പകരം നമുക്ക് ഗോതമ്പിന് ഉപ്പുമാവ് ഉണ്ടാക്കാം, ഓട്സിൻ്റെ ദോശ ഉണ്ടാക്കാം, റാഗി പുട്ടുണ്ടാക്കാം. ഇതെല്ലാം ഫൈബർ അടങ്ങിയ ഫുഡാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കണം. ഒരു മാസം ഉണ്ടാവും. എല്ലാവരുടെ മനസ്സിൽ പാലും മുട്ടയും, പിന്നെ അതുപോലെ ചിക്കൻ, പിന്നെ സീ ഫുഡ്സ്, ഫിഷ്, ഓട്സ്, അതുപോലെ ഇതിലെല്ലാത്തിനും കൂടെ ഇലക്കറികളും ഗ്രീൻ വെജിറ്റബിൾസും കഴിക്കണേ. അത് മസ്റ്റാണ്. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് കഴിക്കുക. അതൊക്കെ രോഗമുള്ളവരുടെ കാര്യമില്ല ഞാൻ പറയുന്നത്, നോർമൽ ആരോഗ്യമുള്ളവരുടെ കാര്യമൊന്നും പറയുന്നത് കേട്ടോ, എല്ലാ അസുഖമുള്ളവരുടെ കാര്യമാണ്. പിന്നെ പാല് കുടിക്കണ്ട, അതിന് പകരം അത് തൈരാക്കി കുടിക്കുക. അതുപോലെ എഗ്ഗും പാല് തൈര് കുടിച്ചാൽ നമ്മുടെ വിശപ്പ് നമുക്ക് തോന്നില്ല. അതിനാണ് നമ്മൾ ഈ ഫുഡ് ഡയറ്റ് നോക്കുമ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കറുവാപ്പട്ട ഇടാം, അയമോദകം ഇടാം, ജീരകം ഇടാം. ഇതൊക്കെ ഇട്ട് നിറയെ വെള്ളം കുടിക്കണം.